ഹൃദയത്തിലെ ബ്ലോക്ക് നീക്കിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെന്റുകൾ പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. രക്തധമനികളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹീലിങ്ങിനെ അതല്ലെങ്കിൽ തിരിച്ചുവരവിനെ പലപ്പോഴും സ്റ്റെന്റുകൾ തടയാണ്. എന്നാൽ ഇതിന് ഒരു സൊല്യൂഷനായിട്ട് രക്തധമനികളുടെ ഹീലിംഗ് വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചികിത്സ സ്റ്റെന്റ് ഇല്ലാത്ത ആൻജിയോപ്ലാസ്റ്റി. ഇതെങ്ങനെ സാധ്യമാവുന്നു? രക്തധമനികൾക്ക് എങ്ങനെയാണ് സ്റ്റെന്റ് അപകടം ഉണ്ടാക്കുന്നത്? നാച്ചുറൽ ഹീലിംഗിന് സാധിക്കുന്ന ഈ DCB ആൻജിയോപ്ലാസ്റ്റി എന്താണ്? ഇത് ആർക്കൊക്കെ ചെയ്യാം? ഇതിന് എത്ര ചെലവ് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഹൃദയത്തിലെ രക്തധമനികളുടെ ഒരു സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ അത് ചുങ്ങുകയും ചെയ്യുന്നുണ്ട്, വികസിക്കുകയും ചെയ്യുന്നുണ്ട് നാച്ചുറലായിട്ട്. ബ്ലോക്ക് നീക്കുന്ന സമയത്ത് രക്തധമനിക്കകത്ത് മുറിവുകൾ സംഭവിക്കുന്നുണ്ട്. ഈ മുറിവുകൾ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനാണ് പലപ്പോഴും സ്റ്റെന്റ് എന്ന മെറ്റൽ ട്യൂബ് ഇടേണ്ടി വരുന്നത്. പക്ഷേ ഈ സ്റ്റെന്റ് ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഒന്നാമത്തെ പ്രശ്നം, ശരീരം ഇതിനൊരു ഫോറിൻ മെറ്റീരിയൽ ആയിട്ട് കാണുന്നത് കൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കുകയാണ്. അവിടെ നീർക്കെട്ടുണ്ടാവും, ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരും, ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ സാധ്യത സംഭവിക്കുകയാണ്. ഇത് കാരണം കൃത്യമായ ഒരു നാച്ചുറൽ ഹീലിംഗ് നടക്കുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം, രക്തധമനികളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതിന് കാരണം എന്താണ്? ഒരു മെറ്റൽ ട്യൂബാണ് ഉള്ളിൽ കിടക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ രക്തധമനികൾക്ക് വാസോ മോഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ആവശ്യമുള്ള സമയത്ത് വികസിക്കും, ചില സമയത്ത് ചുങ്ങി നിൽക്കും. ഇത് നാച്ചുറൽ ആണ്. സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ വാസോ മോഷൻ നഷ്ടപ്പെടുകയാണ്. മൂന്നാമത്തെ പ്രശ്നം, രക്തധമനികൾക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊലിയായ എൻഡോത്തീലിയം നശിപ്പിക്കപ്പെടുകയാണ്. സ്റ്റെന്റ് അവിടെ കിടക്കുന്നത് കാണാം. കാരണം വേണ്ട രീതിയിൽ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുന്നില്ല. പലപ്പോഴും രക്തക്കട്ടകൾ കൂടുതലായിട്ട് ഉണ്ടാവുകയാണ്. നാലാമത്തെ പ്രശ്നം, ഇതേ കാരണം കൊണ്ട് തന്നെ രക്തം കട്ടി കുറക്കുന്ന മരുന്നുകൾ ജീവിതകാലം മുഴുവൻ നല്ല ഡോസിൽ കഴിക്കേണ്ടതായിട്ട് വരികയാണ്. ഇനി ഇതിനെല്ലാം പരിഹാരമായിട്ട് വന്നിട്ടുള്ള പുതിയ ആൻജിയോപ്ലാസ്റ്റി ടെക്നിക്, ഡ്രഗ് കോട്ടഡ് ബലൂൺ ഉപയോഗിച്ചിട്ടുള്ള DCB ആൻജിയോപ്ലാസ്റ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു സ്പെഷ്യൽ മരുന്ന് പുരട്ടിയ ബലൂൺ. ഈ ബലൂൺ കൃത്യമായിട്ട് ബ്ലോക്ക് നീക്കുന്നുണ്ട്. അതിനു പുറമെ ഈ മരുന്ന് രക്തധമനികൾക്കകത്ത് ഇഞ്ചക്ട് ചെയ്യുന്നത് കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹീലിംഗ് അവിടെ നടക്കുകയാണ്. രക്തധമനിയുടെ ഉള്ളിൽ മെറ്റൽ ട്യൂബ് ഇല്ലാത്തത് കാരണം വാസോമോഷൻ അതായത് ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല എൻഡോത്തീലിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം നഷ്ടപ്പെടുന്നില്ല. കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ രക്തധമനികൾ പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം, എല്ലാ രോഗികൾക്കും എന്തുകൊണ്ട് സ്റ്റെന്റ് ഇനി ഒഴിവാക്കിക്കൂടെ? അങ്ങനെയല്ല. ചില പ്രത്യേക ബ്ലോക്കുകൾക്ക് സ്റ്റെന്റ് കൂടിയേ മതിയാവുള്ളൂ. പ്രത്യേകിച്ച് കാൽഷ്യമുള്ള ബ്ലോക്കുകൾ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്കുകൾ തുടങ്ങിയവ. നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളിൽ ആർക്കെങ്കിലും ഹാർട്ടിന്റെ ബ്ലോക്കിന്റെ ചികിത്സ നിർദ്ദേശിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യുക. DCB ആൻജിയോപ്ലാസ്റ്റി സാധ്യമാണോ അതോ സ്റ്റെന്റ് നിർബന്ധമാണോ? DCB ആൻജിയോപ്ലാസ്റ്റിയുടെ ചെലവും സ്റ്റെന്റ് ഉപയോഗിച്ചിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റിയുടെ ചെലവും ഏകദേശം ഒരുപോലെ തന്നെയാണ്.